ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഇന്നലെ തിരുവാതിര ഇരുന്നല്ലോ അല്ലേ? എത്ര പേര് തിരുവാതിര എടുത്തിരുന്നു? ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂവപ്പായസം ഒന്ന് ഉണ്ടാക്കി നോക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ ഇത്. എൻ്റെ പോയ സൗണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നല്ല ചുമയും സൗണ്ടിൽ നല്ല മാറ്റമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ് കനി വരുന്നു എന്നുള്ള കോള് വന്നത്. അപ്പോൾ പിന്നെ കനീനെയും കൂട്ടി വരാമെന്ന് വിചാരിച്ചു. ആളെത്തിയിട്ടോ. ആള് വന്നാൽ തുടങ്ങും കേട്ടോ കഥ. സ്കൂളിൽ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞങ്ങൾ റൂം എത്തിയിട്ടോ. ഇനി വന്ന ഉടനെ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. നേരെ വന്നു കഴിഞ്ഞാൽ അവളുടെ ഷൂ ഉള്ളിലേ വെക്കുള്ളൂ. എന്നിട്ട് എല്ലാ ചെരുപ്പുകളും ഇങ്ങനെ ഉള്ളിൽ അടുക്കി പെറുക്കി വെക്കും. ഇനി ഇതൊക്കെ അലങ്കോലാക്കുന്നത് അവൾ തന്നെ ആയിരിക്കും കേട്ടോ. വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അമ്മമ്മേനും പപ്പേനെയും കാണണം, അവരായിട്ട് സംസാരിക്കണം. അതാണ് ആദ്യത്തെ ചടങ്ങ്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൂവപ്പായസം ഉണ്ടാക്കാൻ കിടന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങി. ആദ്യം ശർക്കരയൊക്കെ ഒരുക്കി, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടികൾ തുടങ്ങി. ഇനി അവൾ പറയുന്നത് കേൾക്കാം, അതല്ലേ രസം. കൂവപ്പൊടി ഇടാൻ പോവുക. ആ പാനലി അല്ല ഉണ്ടാക്കണം. സോറി. അപ്പൊ ഈ കൂവപ്പൊടി നമ്മൾ അതിലിടും. മുഴുവടണ്ട, കുറച്ചുകൂടി ഇട്ടോ. പകുതി മതി. വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ ഇളക്കുകയാണ്. നമ്മള് കൂവപ്പൊടി ഞാനാണ് എടുത്തത്, മമ്മി എനിക്ക് തന്നത്. ഇനി മതി. ഇളക്കി കഴിഞ്ഞു. ഇനി അത് ഒഴിച്ചു തെരച്ച് നമ്മൾ ഒഴിച്ചു. നമ്മള് അപ്പ അത് ഒഴിച്ചു. ഇനി നമ്മള് അത് ഇളക്കാം. ഇനി നമ്മൾ അത് ഇളക്കി കുറുക്കിയെടുക്കും. അത് നല്ല തേന് പോലെ ഇരുന്നല്ലേ. അത് നല്ല ഇങ്ങെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. Bye. Please subscribe to our channel.